നമസ്കാരം. ശ്രീനഗറിൽ നിന്നും ലേ റൂട്ടിലൂടെയുള്ള യാത്രയിൽ കാൽസി എത്തുന്നവരെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കാൽസിയിൽ നിന്നും ലേ വരെയുള്ള യാത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. തുടക്കത്തിലെയുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് രാവിലെ ശ്രീനഗറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു യാത്ര. എല്ലാവരും ഭയങ്കര ടയേർഡായിട്ട് പാതി മയക്കത്തിൽ ഇരുന്നു കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പുറത്തുള്ള കാഴ്ചകൾ അത്രയ്ക്കും സുന്ദരമായതുകൊണ്ട് ആരും ഉറങ്ങുന്നില്ല എന്ന് മാത്രം. എന്തായാലും കാൽസിയിൽ നിന്നും ലേ ടൗണിൽ എത്തുന്നവരെയുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഉയർന്നതും താഴ്ന്നതും എയർപിൻ ബെൻഡുകളാൽ ചുറ്റപ്പെട്ടതുമൊക്കെ ആയിട്ടുള്ള പ്രദേശങ്ങൾ താണ്ടിയാണ് യാത്ര. ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണത്തിലില്ലാത്ത ഒരു സ്ഥലം പോലും ഈ റൂട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇന്ത്യൻ ആർമി ഈ പ്രദേശങ്ങളിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. മിക്ക കുന്നിന് മുകളിലും വലിയ ബങ്കറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പോലും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത്ര സുഖത്തിലല്ലല്ലോ. ഒരുപക്ഷെ അതുതന്നെയായിരിക്കും ഫോഴ്സ് ഈ ഏരിയയിൽ ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും. സൈഡിൽ കാണുന്നത് ഇൻഡസ് റിവറാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഡസ് റിവറിൻ്റെ ശരിക്കുമുള്ള ഭംഗി ഈ യാത്രയിൽ നമുക്ക് വേണ്ടുവോളം ആസ്വദിക്കാം. ഈ സമയത്ത് ഇൻഡസ് റിവർ ദയനീയമായ അവസ്ഥയിൽ ഒഴുകുന്ന ഒരു കാലമാണ്. എന്നാലും റിവറിൻ്റെ സൈഡിലൂടെയുള്ള ഒരു യാത്ര ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ലേ റൂട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ റോഡ് സൈഡിൽ കുറച്ച് പ്രത്യേകതയുള്ള വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ ഒരു ആൾക്കൂട്ടവും കണ്ടു. നോക്കിയപ്പോൾ നമ്മുടെ തമിഴ് നടൻ അജിത് ആണ്. പെട്ടെന്ന് നമ്മുടെ വണ്ടി നിർത്തി എല്ലാവരും ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കൂടെ നമ്മുടെ മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ. എന്തായാലും ഞങ്ങൾ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചു. വീഡിയോ എടുക്കാൻ രണ്ടുപേരും സമ്മതിച്ചില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുരേഷ് ജി അവർക്ക് നല്ല പരിചയമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഞങ്ങളോടൊക്കെ ഒത്തിരി നേരം സംസാരിച്ചു. ഞങ്ങളുടെ യാത്രയെക്കുറിച്ചൊക്കെ ചോദിച്ചു. എല്ലാവരും ചേർന്നുള്ള ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തു. അങ്ങനെ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോഴെല്ലാവരും നല്ല ആക്റ്റീവാണ്. കുറച്ച് മുമ്പേ വരെ ഉണ്ടായിരുന്ന ഒരു മൂഡ് ഓഫ് ആരുടെയും മുഖത്ത് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിന് പാരലായിട്ട് ഇൻഡസ് റിവറും അതിൻ്റെ കൈവഴികളും ഒക്കെ ഇപ്പോഴും ഒഴുകുന്നുണ്ട്. കാൽസിയിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷമുള്ള നുർല, കാൽസെ, ലാർഡോ, സാസ്പുൾ, ബസ്ഗോ, നിമ്മോ എന്നീ സ്ഥലങ്ങളെല്ലാം പിന്നിട്ട് ഞങ്ങൾ സംഗം പോയിന്റിൽ എത്തിച്ചേർന്നു.
ശ്രീനഗർ ലേ റൂട്ടിലെ നിമ്മോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സംഗം പോയിന്റിൽ എത്തിച്ചേരാം. സിന്ധു നദിയും സൻസ്കാർ നദിയും കൂടിച്ചേരുന്ന ആ ഒരു സ്ഥലത്തെയാണ് സംഗം പോയിന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സിന്ധു നദി നല്ല ഭംഗിയുള്ള നീല കളറിൽ ഒഴുകി വന്ന് അവിടെ സംഗമിക്കുന്നു. എന്നാൽ സൻസ്കാർ നദിയാവട്ടെ ചെളി നിറഞ്ഞ ഒരു പച്ച കലർന്ന നിറത്തിലും വന്നു അതേ ഇടത്തിൽ സംഗമിക്കുന്നു. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെ ആയിരിക്കും അത്. നിർഭാഗ്യവശാൽ ഞങ്ങൾ വന്ന സമയത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ച ആസ്വദിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല. എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ടു. അത്യാവശ്യം വേണ്ട വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. വീണ്ടും യാത്ര തുടരുന്നു. കുറച്ച് ഓടിയതിനു ശേഷം ഞങ്ങൾ മാഗ്നറ്റിക് ഹില്ലിലെത്തി. ലേ ടൗണിൽ നിന്നും 30 കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ള ദൂരം. ഭൂമി ഗുരുത്വാകർഷണത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക പ്രദേശം. അതിനെ മൊത്തത്തിൽ മിസ്റ്ററി ഹിൽ, ഗ്രാവിറ്റി ഹിൽ, മാഗ്നറ്റിക് ഹിൽ എന്നൊക്കെ വിവിധ പേരുകളാൽ അറിയപ്പെടുന്നു. ഈ ഒരു പ്രതിഭാസം ടെസ്റ്റ് ചെയ്യാനായി റോഡിൽ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ മോട്ടോർ വാഹനങ്ങൾ ന്യൂട്രൽ ഗിയറിലിട്ട് ഓഫാക്കി നിർത്തിയാൽ വാഹനം താനെ മേലോട്ട് ഉരുണ്ട് കയറും എന്നാണ് പറയപ്പെടുന്നത്. വണ്ടി ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ അവർ ഈ കാര്യത്തിലേക്ക് കയറി വരുന്ന പോലെ തോന്നുന്ന പറയുന്നത്. പക്ഷെ ഇവിടെ നിന്നിട്ട് സത്യം പറഞ്ഞാൽ അത് കയറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്തും നിരവധി പേർ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് കാണാനായില്ല. എൻ്റെ ഒരു കാഴ്ചയിൽ ഈ റോഡിൻ്റെ മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ കയറ്റം ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റേ അറ്റത്ത് പോയി നോക്കുമ്പോഴും അതേ കയറ്റമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഏത് സൈഡിലേക്കാണ് താഴ്ച അതല്ലെങ്കിൽ ഉയർച്ച എന്നത് ഒരു മനുഷ്യൻ്റെ നോർമൽ കാഴ്ചയിൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ശാസ്ത്രീയമായ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ടെന്ന് പറയുന്നതെങ്കിൽ എന്തായാലും നമുക്ക് അത് വിശ്വസിച്ചേ പറ്റൂ. എന്തായാലും കുറച്ച് കൂടുതൽ സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന് ലേ റൂട്ടിലെ അടുത്ത കാഴ്ചയായ പത്തർ സാഹിബ് ഗുരുദ്വാരയിൽ എത്തിച്ചേർന്നു. സമുദ്രനിരപ്പിൽ നിന്നും 12,000 അടി ഉയരത്തിൽ ലേ കാർഗിൽ റോഡിൽ ഗുരുനാനാക്കിന്റെ സ്മരണക്കായി നിർമ്മിച്ച മനോഹരമായ ഗുരുദ്വാരയാണ്
പത്തർ സാഹിബ് ഗുരുദ്വാര. സിഖ് വിശ്വാസത്തിന്റെ സ്ഥാപകനായ ഗുരുനാനാക്ക് ദേവ് ലഡാക്ക് സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥം 1517 ഗുരുദ്വാര നിർമ്മിച്ചത്. തന്റെ ജീവിതകാലത്ത് ഗുരുനാനാക്ക് നിരവധി വിദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. അത്തരത്തിലുള്ള ഒരു യാത്ര ടിബറ്റിലേക്കായിരുന്നു. ടിബറ്റൻ ബുദ്ധമതക്കാർ ഗുരുനാനാക്കിനെ വളരെയധികം ബഹുമാനിക്കുകയും അവർ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി കണക്കാക്കുകയും ചെയ്തു. ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ ആത്മീയ നേതാവായ ദലൈലാമ ചില സിഖ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ടിബറ്റുകാർ ഗുരുനാനാക്കിനെ ഗുരുഗോംക മഹാരാജ് എന്ന പേരിൽ ഒരു ബുദ്ധ സന്യാസിയായി ആദരിക്കുന്നുവെന്ന് പറഞ്ഞതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് ഗുരുദ്വാര ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു ദുഷ്ട രാക്ഷസൻ താമസിച്ചിരുന്നു. സഹായത്തിനായി ജനങ്ങൾ സർവശക്തനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഗുരുനാനാക്ക് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ സഹായിക്കാനായി വന്നു. ദുഷ്ടനായ രാക്ഷസൻ വസിച്ചിരുന്ന കുന്നിന് താഴെ നദിയുടെ തീരത്ത് അദ്ദേഹം താമസമാക്കി. പിന്നീട് ഒരുപാട് പ്രഭാഷണങ്ങൾ കൊണ്ട് ജനങ്ങളെ അനുഗ്രഹിച്ച ഗുരു ആ പ്രദേശത്ത് ജനപ്രീതി നേടി. നാനക് ലാമ എന്നായിരുന്നു നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഇത് കണ്ട രാക്ഷസൻ രോഷാകുലനായി ഗുരുനാനാക്ക് ദേവിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഗുരു ധ്യാനത്തിലിരിക്കുമ്പോൾ രാക്ഷസൻ ഗുരുവിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ മലമുകളിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് താഴേക്കിട്ടു. മലഞ്ചെരിവിലൂടെ ആ പാറക്കല്ല് വേഗതയോടുകൂടി താഴേക്ക് പതിച്ചു. പക്ഷേ അത് ഗുരുവിന്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ ചൂടുള്ള മെഴുകുപോലെ മൃദുവായി മാറി ഗുരുനാനാക്കിന്റെ പുറകിൽ വന്ന് നിന്നു. ഗുരു മുറിവേൽക്കാതെയും അസ്വസ്ഥനാകാതെയും ധ്യാനനിരതനായി. ഗുരു കൊല്ലപ്പെട്ടുവെന്ന് കരുതി രാക്ഷസൻ ഇറങ്ങി വന്നു. ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഗുരുവിനെ കണ്ട് അയാൾ അമ്പരന്നുപോയി എന്നൊക്കെയാണ് ഐതിഹ്യം. 1515-18 കാലഘട്ടത്തിൽ ഗുരുനാനാക്ക് സിക്കിം, നേപ്പാൾ, ടിബറ്റ് എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് ശ്രീനഗർ വഴി പഞ്ചാബിലേക്ക് മടങ്ങുമ്പോൾ ഈ സ്ഥലത്ത് വിശ്രമിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. സിക്കിം, നേപ്പാൾ, ടിബറ്റ് വഴിയാണ് ഗുരുനാനാക്ക് ദേവ് ലേയിലെത്തിയെന്നാണ് വിശ്വാസം. ഇന്ന് ഈ സ്ഥലവും ഗുരുദ്വാരയും പ്രാദേശിക സ്ഥലങ്ങളും അവയുടെ മേൽനോട്ടങ്ങളും എല്ലാം ഇന്ത്യൻ ആർമിയാണ് വഹിക്കുന്നത്. ഗുരുദ്വാരയ്ക്ക് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം ഒരു കാവി നിറത്തിലുള്ള ടവൽ തരും. അത് ഒരു പ്രത്യേക രീതിയിൽ തലയിൽ കെട്ടി വേണം അകത്തേക്ക് കയറാൻ. പിന്നീട് ഷൂ, ചെരുപ്പ് എല്ലാം അഴിച്ചു വെക്കാൻ പ്രത്യേകം റാക്കുകൾ അവിടെയുണ്ട്. അതിനുശേഷം കാൽ കഴുകി വേണം അകത്തേക്ക് കയറാൻ. അകത്ത് ഒരു വലിയ പാറയുടെ രൂപം, അതിൽ ഒരു മനുഷ്യരൂപം കൊത്തിയെടുത്ത പോലെ കാണാം. മുന്നേ നമ്മൾ പറഞ്ഞ കഥയുമായി ഒരുപാട് സാമ്യമുണ്ട് ഈ ശിലയ്ക്ക്. എന്തായാലും അവിടെ സിഖ് മതവിശ്വാസികൾ പ്രാർത്ഥിക്കുന്നതും മറ്റുമൊക്കെ കാണാമായിരുന്നു. അങ്ങനെ ഗുരുദ്വാരയെല്ലാം കണ്ടു പുറത്തിറങ്ങി. ഒരു പ്രത്യേക തരത്തിലുള്ള പ്രസാദം അകത്തു നിന്നും തന്നിരുന്നു. അതും ചായയും എല്ലാം കുടിച്ചു. ഇനി നേരെ ലേ റൂട്ടിലേക്കുള്ള അടുത്ത കാഴ്ചകൾക്കായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇന്നത്തെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ലേ ടൗൺ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ മാഗ്നറ്റിക് ഹില്ലിൽ നിന്നും 30 കിലോമീറ്ററാണ് ലേ ടൗണിലേക്കുള്ള ദൂരം. അവിടെ ഞങ്ങളുടെ ഹോം സ്റ്റേ എല്ലാം റെഡിയാണ് എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്നത്തെ യാത്രയോട് കൂടി നമ്മുടെ ടെമ്പോ ട്രാവലർ ചേട്ടൻ നമ്മളോട് ബൈ ബൈ പറയും. നാളെ മുതലാണ് നമ്മുടെ ബൈക്ക് റൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊരു എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഉണ്ടായിരുന്നു.
കുറച്ചുകൂടി ദൂരം സഞ്ചരിച്ചു ലേ ടൗണിലേക്ക് എൻട്രി ചെയ്തു. ഹോം സ്റ്റേയിലേക്കുള്ള ഗൂഗിൾ മാപ്പ് ഇട്ടു. പക്ഷേ ഒരുപാട് കറങ്ങിത്തിരിഞ്ഞ് ഒരു ചെറിയ നാരോ റോഡിലേക്ക് വന്ന് കയറി. അവിടെ നിന്നും ജസ്റ്റ് 600 മീറ്റർ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ ഡ്രൈവർ ആ വഴിക്ക് വരാൻ കൂട്ടാക്കിയില്ല. എന്തായാലും ഞങ്ങളുടെ ലഗേജ് എല്ലാം ഇറക്കണമല്ലോ. പിന്നെ വണ്ടിക്കാരൻ വേറെ ഏതോ വഴിയിലൂടെ അവിടത്തേക്ക് പോയി. ആ സമയത്ത് ഞാൻ പതുക്കെ ഇറങ്ങി നടന്നു. ഞങ്ങൾ ലേയിലെത്തി. അവിടുന്ന് അങ്ങോട്ടുള്ള റൂമിലേക്കുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. അവിടെ നിങ്ങോട്ട് ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ അത് കാരണം ഇവിടുന്ന് 600 മീറ്ററാണ് റൂമിലേക്കെന്നാണ് പറഞ്ഞത്. നാളെയാണ് ഇവിടുന്ന് ഞങ്ങൾ ബൈക്ക് റൈഡ് ആരംഭിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയൊന്നും അറിയില്ല. ഏതൊക്കെ ബൈക്കാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടുന്ന് ബൈക്ക് റൈഡിങ് നമ്മൾ ആരംഭിക്കും. അപ്പോൾ ബൈക്ക് റൈഡിൻ്റെ കാര്യത്തിലുള്ള വീഡിയോസ് എല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.